ഒരു ഹൗസിംഗ് ലോൺ എടുക്കാനായി നടന്ന് നിങ്ങൾ മടുത്തോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസിംഗ് ലോണ് കിട്ടാനായിട്ട് ശരിക്കും 15 to 20 വർക്കിംഗ് ഡേയ്സ് ആണ് നോർമലി വേണ്ടത്. അത് നമ്മൾ വാങ്ങിക്കുന്ന ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. അതുപോലെ എവിടെ നിന്നാണോ നമ്മൾ വാങ്ങിക്കുന്നത്, സെല്ലർ ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ സെല്ലർ ആയിക്കോട്ടെ, ഏതെങ്കിലും ബിൽഡർ ആയിക്കോട്ടെ, അവരുടെ അടുത്തുനിന്നും നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. എന്താ പ്രശ്നം വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ബാങ്ക്സിലാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും NBFCയിലാണെന്നുണ്ടെങ്കിലും പോയി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. അത് ശരിയാക്കി കൊടുക്കുമ്പോഴായിരിക്കും അടുത്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് പറയുന്നത്. ഈ ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഡിലേ വരുന്നത്. എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ട്, അല്ലെങ്കിൽ സെല്ലറുടെ കയ്യിൽ നിന്നും നമ്മുടെ കയ്യിലും വാങ്ങിക്കുന്ന ക്ലയൻറ്റിൻ്റെ കയ്യിലും എന്തൊക്കെയാണ് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോണിൻ്റെ ഒരു പ്രോസസ്സിന് വരുന്ന സമയം എന്ന് പറയുന്നത് മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 to 20 വർക്കിംഗ് ഡേയ്സ് മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഡിലേ ഡോക്യുമെന്റേഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവയർനെസ് കുറവായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷന്റെ കുറവായിരിക്കാം. അപ്പം നിങ്ങൾക്കൊരു പേഴ്സണലി ഒരു കൺസൾട്ടേഷൻ ആണ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഫർദർ ആയിട്ട് നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. ഇറ്റ്സ് മീ സിന്ധു കൃഷ്ണദാസ്.